ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഡ്രസ്സിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോണേ. ഇതിന് എടുക്കാനുണ്ടായ കാരണം കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷന് പോയായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ ചെന്നപ്പോഴേക്കും ആ ലേഡി ഇട്ടിരുന്നത് ഒരു വൈറ്റ് ഡ്രസ്സാണ്. ഒരു വൈറ്റ് ഡ്രസ്സിൽ ഗ്രീൻ എംബ്രോയിഡറി ആയിട്ട്. അപ്പം ഈ ലേഡി കുറച്ച് ഡാർക്ക് ആയിട്ടാണ്. അപ്പം ആ കളറ് പുള്ളിക്കാരിക്ക് ഒട്ടും ചേരണില്ല. നമ്മള് അപ്പം എന്നുവെച്ചാൽ അതിനേക്കാളും നന്നായിട്ട് സുന്ദരിയായിട്ട് കാണാൻ വേറെ കളറൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ കൂടുതൽ നല്ല സുന്ദരിയായിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടൊക്കെ തോന്നിയിരുന്നു ചില കളേഴ്സിലൊക്കെ കാണുമ്പോൾ. പക്ഷെ അന്ന് ഭയങ്കര ഡിമ്മായിട്ടിരുന്നു, ഒട്ടും ചേർന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ലേഡീസിന് ചില തമാശകളൊക്കെ ഉണ്ടല്ലോ, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. അവിടെ വെച്ചപ്പോഴേക്കും എല്ലാവരും ഓടിച്ചെന്നിട്ട്, ഓ എന്ത് ഭംഗി നിന്നെ കാണാൻ, ഈ കളർ നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, ഓ ഈ ഡ്രസ് ഇട്ടിട്ട് എന്താ ഭംഗി, എവിടുന്നാ ഇത് വാങ്ങിച്ചത്, ഭയങ്കര കോംപ്ലിമെന്റ്സും ഭയങ്കര. പക്ഷെ കേൾക്കുമ്പോ നമുക്ക് ശരിക്കും നോക്കിയാൽ അറിയാം അത് ചേരണില്ല. പക്ഷെ എന്തിനാ അങ്ങനെ പറഞ്ഞു കൊടുക്കണേ? ഉള്ളതുപോലെ പറഞ്ഞാൽ പോരെ, ഇല്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നാ പോരെ. ഇല്ലല്ലോ, ഇത് എവിടുന്നാ വാങ്ങിച്ചെന്ന് അറിയണം, എന്തൊരു ഭംഗിയായി ഡ്രസ് ഇട്ടിട്ട് നന്നായിട്ട് ചേരണമെന്നൊക്കെ പറയും. ചിലപ്പോ മാറി നിന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയും, എന്തിനും കോലാവളെ കാണാനായിട്ട് ആ ഡ്രസ് ഇട്ടിട്ട് ഒരു ഭംഗിയില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞു. അപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യനുണ്ടായിരുന്നു. ആ പയ്യൻ എന്നോട് പറഞ്ഞേ, ചേച്ചിക്ക് പോയിട്ട് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ, ഈ കളർ ആ ചേച്ചിക്ക് ചേരണ്ടയില്ലെന്ന് പറയാൻ പറ്റുമോ? ഒരു ചർച്ചയുമില്ല, എനിക്ക് കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. ഞാൻ പറഞ്ഞു എനിക്കും അത് തന്നെ തോന്നുന്നത്. അപ്പൊ എന്നോട് തന്നെ ആത്മാർത്ഥമായിട്ട് പറയണമെങ്കിൽ ചേച്ചി പോയി ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായം പറയണമെന്ന്. അതിന് ഞാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, അപ്പൊ അവർക്ക് വിഷമം ഉണ്ടാത്ത രീതിയിൽ പറയണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഡ്രസ്സിനെക്കാള് ഈ കളറിനെക്കാള് നന്നായിട്ട് എത്ര ഭംഗിയുള്ള വേറെ കളറൊക്കെ ഇടുമ്പോ എന്ത് സുന്ദരിയായിട്ട് ഇരുന്നിരുന്നു. പക്ഷെ ഇന്ന് അത്രയും പോരാട്ടോ, ഒരു ഫംഗ്ഷന് അത്രയും പോരാ. ഒന്ന് നോക്ക്, ഇതിൽ നല്ല കളേഴ്സ് ഇടുമ്പോഴേക്ക് ഇതിനേക്കാളും നല്ല ഭംഗി ഉണ്ടാവാറുണ്ടല്ലോ എന്ന് പറഞ്ഞു, വിഷമം തോന്നാണ്ടിരിക്കാനായിട്ട്. പക്ഷെ അത് നമുക്ക് പറയാം നമ്മള്. അപ്പോഴും ഞാൻ വിചാരിച്ചത് നമ്മുടെ ഡ്രസ്സിങ് സെൻസിനെ പറ്റി ഒരു വീഡിയോ എടുക്കാം. അപ്പൊ നമ്മൾ ഡ്രസ്സിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു. സ്കിൻ പറയുമ്പോഴേക്കും മെയിനായിട്ട് ഡാർക്ക് ടു ഫെയർ അങ്ങനെയാണല്ലോ നമ്മൾ സ്കിന്നിനെ നോക്കണം. പക്ഷെ സ്കിന്നിന്റെ അണ്ടർടോൺ ആദ്യം നമ്മൾ എപ്പോഴും സ്കിന്നിന്റെ അണ്ടർടോൺ കണ്ടുപിടിക്കണം. നമ്മുടെ സ്കിന്നിന്റെ അണ്ടർടോൺ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വെയിൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ സ്കിൻ ടോൺ എന്താന്ന്. അത് അണ്ടർടോൺ ശരിക്കും വാം, കൂൾ, ന്യൂട്രൽ അങ്ങനെ 3 ടൈപ്പാണ് അണ്ടർടോൺ. അപ്പം അത് നമ്മുടെ ഈ റിസ്റ്റിന്റെ അവിടുത്തെ വെയിൻ ഇല്ലേ, അതൊക്കെ നോക്കിയാൽ അതിനകത്ത് നമ്മുടെ നമ്മുടെ വെയിൻ ബ്ലൂ ആണെങ്കിൽ നമ്മള് കൂൾ അണ്ടർടോൺ ഉള്ളവരാണ്. അതേസമയം ഗ്രീൻ ആണെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ വാം ആണ്. പിന്നെ ന്യൂട്രൽ ആണെങ്കിൽ ഈ സ്കിൻ ടോൺ ഈ വെയിനിന്റെ കളർ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, ഇത് ഗ്രീൻ ആണോ ബ്ലൂ ആണോ അങ്ങനെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്തതാണ് ന്യൂട്രൽ ആയിട്ടുള്ള അണ്ടർടോൺ. അപ്പം മെയിനായിട്ടും ഈ വാം അണ്ടർടോൺ ഉള്ളവർക്കാണ് ഈ വാം കളേഴ്സ്, കൂൾ ഉള്ളവർക്ക് കൂൾ കളേഴ്സ് ചേരും. പക്ഷെ ന്യൂട്രൽ ആണെങ്കിൽ അവർക്ക് എല്ലാ കളറും മാച്ചിങ് ആയിരിക്കും, എല്ലാ കളറും തന്നെ സ്യൂട്ട് ആവും. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഓർണമെന്റ്സ് സെലക്ട് ചെയ്യുമ്പോഴേക്കും ഇതുപോലെ തന്നെ നോക്കി സെലക്ട് ചെയ്യുക. ഈ വാം സ്കിൻ ടോൺ ഉള്ളവർക്ക് എപ്പോഴും ഗോൾഡ് അല്ലെങ്കിൽ ബ്രോൺസ് ഈ കളറാണ് ഇവർക്ക് ഓർണമെന്റ്സിൽ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഗോൾഡ് ഓർണമെന്റ്സ് അല്ലെങ്കിൽ ബ്രോൺസ് ഓർണമെന്റ്സ് ആയിരിക്കും കൂടുതൽ അട്രാക്റ്റീവായി വാം സ്കിൻ ടോൺ ഉള്ളവർക്ക് നല്ലത്. കൂൾ ആണെങ്കിൽ അവർക്ക് സിൽവർ ആൻഡ് പ്ലാറ്റിനം അതായിരിക്കും നന്നായിട്ട് മാച്ച് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഒരു ഗോൾഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഗോൾഡ് തന്നെ ആക്കാൻ നോക്കുക. ഗോൾഡ് സിൽവറും കൂടി മിക്സ് ചെയ്യാണ്ട് വാം ടോണുള്ളവർ ഗോൾഡ് തന്നെ ഫുള്ളാക്കാൻ നോക്കുക. അതുപോലെ തന്നെ സിൽവർ യൂസ് ചെയ്യുന്നവരും എല്ലാം സിൽവർ തന്നെ യൂസ് ചെയ്യാൻ മിക്സ് ചെയ്യാണ്ട്, അതായിരിക്കും കൂടുതൽ ഭംഗിയായിട്ടിരിക്കുക. പിന്നെ നമുക്ക് ചെറിയ ഷൈനി ആയിട്ടുള്ള ലോക്കറ്റ്സ്, ഇയർ റിങ്സില് സ്റ്റോൺ അങ്ങനെയൊക്കെ ഷൈനി ആയിട്ടുള്ളത്, അധികം വലുതല്ലാണ്ട് ഷൈനി, അത് ഐ കാച്ചിങ് ആയിരിക്കും. ഒരു ഫംഗ്ഷനൊക്കെ പോയാൽ എല്ലാവരും നോട്ടീസ് ചെയ്യും. അപ്പം അങ്ങനത്തെ ഓർണമെന്റ്സ് സെലക്ട് ചെയ്യാൻ നോക്കുക, ഓവർ ആക്കാണ്ട്. എന്നാൽ എല്ലാവരുടെയും ആ ഒരു ഐ കാച്ചിങ് ആയിട്ടുള്ള ഒരു ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്ക് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാകുന്നത്. അപ്പം സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യം നോക്കുക. പിന്നെ ഒരു കാര്യം,
നമ്മള് ഡ്രസ്സ് എടുക്കാൻ പോയില്ലേ, ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിന്റെ കളറ് മാച്ചിങ് ആണോ എന്ന് അറിയണമെങ്കിൽ, നമുക്ക് സൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സൺലൈറ്റിൽ പോയി നിന്നിട്ട് നമ്മൾ ഈ എടുത്തേക്കുന്ന ഡ്രസ്സ് നമ്മുടെ ഫേസിന് അരികത്ത് വെച്ചിട്ട് മിററിൽ നോക്കുക. ഫേസിന്റെ അടുത്ത് വെച്ച് മിററിൽ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം, എന്നിട്ട് നോക്കാം. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും നമുക്ക് നമ്മുടെ കളറുമായിട്ട് ഇത് മാച്ച് ചെയ്യണ്ടോ എന്നുള്ളത്. സൺലൈറ്റിൽ വെച്ചിട്ട് ഫേസിന് അടുത്ത് വെച്ച് മിററിൽ നോക്കാം. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അടുത്തത് എന്താന്ന് വെച്ചാല് അത് ഇട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഒരു പിക്ചർ എടുത്തിട്ട് നമ്മുടെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് അഭിപ്രായം പറയും തോന്നുന്നത് നമ്മുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരാന്ന് വെച്ചാല് കറക്റ്റ് ആയിട്ട് അഭിപ്രായം പറഞ്ഞവർക്ക് അയച്ചു കൊടുക്കാം. അപ്പൊ അവര് നോക്കിയിട്ട് അവരുടെ അഭിപ്രായം കൂടി പറയും, ഇത് നിനക്ക് സൂട്ട് ചെയ്യണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ അതും കൂടി നല്ലൊരു ഐഡിയ ആണ്. അങ്ങനെ ഒരു അഭിപ്രായവും കൂടി ചോദിക്കാം. പിന്നെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ മിററിൽ നോക്കിയിട്ടൊരു അനലൈസിങ് ഉണ്ടല്ലോ. നമ്മളോട് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മൾ വീട്ടിൽ ഡ്രസ്സായിട്ട് വന്നിട്ട് ഒരു ഫുൾ മിററിൽ നിന്ന് നന്നായിട്ട് നോക്കി നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് കാണുമ്പോൾ അറിയാലോ നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് മിററിൽ നോക്കി മനസ്സിലാക്കാം. ഇത് പറഞ്ഞപ്പോ എനിക്കൊരു തമാശ ഓർമ്മ തന്നെ. പണ്ട് കല്യാണത്തിനൊക്കെ മുമ്പ് പുതിയ ഇപ്പൊ എവിടെയും പോകാനായിട്ട് ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴേക്കും അത് ഇട്ടിട്ട് ഈ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഒരു അഭ്യാസം ഉണ്ടല്ലോ, മുമ്പിലോട്ടും പുറകിലോട്ടും ഒക്കെ നോക്കി 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 ഇങ്ങനെ നിൽക്കുമ്പോ ഈ അലമാരിയുടെ മിററാണ്. അപ്പം ഫുൾ മിറർ അലമാരിയിലാണല്ലോ പണ്ടൊക്കെ ഉണ്ടാവുക. അപ്പൊ ആ അലമാരിയുടെ ഡോറ് തുറന്നിട്ട് ഒരു സൈഡിലോട്ട് വെച്ച് അവിടെ പോയി നിന്ന് നോക്കി, പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വെച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അലമാരിയുടെ ഡോറാണല്ലോ വലിച്ചങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കുറെ നേരം കണ്ടോണ്ടിരിക്കുമ്പോ എന്റെ അമ്മക്ക് ദേഷ്യം കയറും. അപ്പൊ അമ്മ പറയും, ഓ മതി, ഇനി ഒരു കാര്യം ചെയ്യ്, ആ ഡോർ അങ്ങോട്ട് അതിൽ നിന്ന് പൊട്ടിച്ചെടുക്ക്, എന്നിട്ട് അതുമായിട്ട് പോയിക്കോ, ഫോൺ വഴിക്ക് നോക്കാമല്ലോ, ഫോൺ വഴിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇടയ്ക്ക് വെച്ച് നോക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് അതാ നല്ലത്, പൊട്ടിച്ചെടുത്തോണ്ട് വന്നു പറയും. അപ്പൊ അതുപോലെ നമ്മള് ലേഡീസിനോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ മിററിൽ നോക്കണം. മിററിൽ നോക്കി നമ്മൾ തന്നെ നന്നായിട്ട് അനലൈസ് ചെയ്യും. പിന്നെ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാനായിട്ട് ഞാൻ ആരുമല്ല, ഫാഷൻ ഡിസൈനർമാർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. നമുക്ക് ബുട്ടിക്കുകളിലേക്ക് പോകുമ്പം അവരുടെയൊക്കെ ഒപ്പീനിയൻ ചോദിക്കാം. അപ്പൊ അതനുസരിച്ച് സെലക്ഷൻ നമുക്ക് പാറ്റേണും കളറും ഒക്കെ മാറ്റം വരുത്താം. അപ്പൊ അങ്ങനെ അവരുടെയൊക്കെ ഒപ്പീനിയൻ നമ്മൾ അറിയാം. പിന്നെ മെയിനായിട്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്തൊക്കെ സ്കിൻ ടോൺ നോക്കിയാലും കളർ നോക്കിയാലും എന്തൊക്കെ നോക്കിയാലും നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ അത് നമുക്ക് കംഫർട്ടായിട്ട് തോന്നണം. ആ ഡ്രസ്സിൽ നമ്മൾ കംഫർട്ടായിട്ട് നമുക്ക് തോന്നിയാലേ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ നമുക്ക് ഫംഗ്ഷനിലൊക്കെ പോയിട്ട് തിളങ്ങാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ ചെയ്താലും നമ്മുടെ കംഫർട്ടും കോൺഫിഡൻസും ആണ് മെയിൻ ആയിട്ടും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ നല്ല കോൺഫിഡൻസ് ആയിട്ട് ഇരുന്നാൽ തന്നെ നമുക്ക് ആ ഒരു ആ ലുക്കിൽ തന്നെ ആ ഒരു ഇതുണ്ടാവും, ആ ഒരു ഒരു പ്രകാശം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസും കംഫർട്ടും നോക്കി എന്താണെന്ന് വെച്ച് സെലക്ട് ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ മറ്റുള്ളവർ പറയുന്ന എല്ലാം വിശ്വസിക്കണമെന്നില്ല. അപ്പൊ ഒരു ഓ എന്ത് ഭംഗി നീ എവിടുന്ന് വാങ്ങിച്ചെന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ ഉള്ളിൽ പുറകിൽ ചിലപ്പോ വേറെ ആയിരിക്കും ഉള്ളത്. അപ്പൊ അതുകൊണ്ടിട്ട് അതെല്ലാം വിശ്വസിക്കണമെന്നില്ല. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുക. അതിപ്പോ ഞാൻ മുമ്പിൽ തന്നെ കണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞതോട് നിങ്ങൾ പല സ്ഥലത്തും കേട്ടും കണ്ടും അറിവുണ്ടാവും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ ഇനി മുതൽ നമ്മൾ സ്ത്രീകൾ ലേഡീസ് നല്ല സുന്ദരികളായി ഡ്രസ് ചെയ്ത് ഫാഷനുകൾ അറ്റൻഡ് ചെയ്ത് ഓവറാക്കി കൊളാക്കാതെ നന്നായിട്ട് നമുക്ക് ചേരണ നല്ലൊരു സിമ്പിൾ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാവർക്കും എങ്ങനെയാണ് ഓവറായിട്ട് ഡ്രസ്സിങ് ഇഷ്ടമില്ലാത്തവരൊക്കെ നോക്കി ഒരു ഫംഗ്ഷന് പോയാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉള്ളവർക്കായിരിക്കും കൂടുതൽ എല്ലാവരുടെയും ഐ ക്യാച്ച് അങ്ങോട്ടായിരിക്കും സിമ്പിൾ ആയിട്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ബോഡിക്കും നമ്മുടെ സ്കിൻ കളറിനും ഒക്കെ മാച്ച് ചെയ്യണ നല്ല നല്ല ഡ്രസ്സുകളിട്ട് ഇനി മുതൽ നല്ല ഫംഗ്ഷനുകളിൽ നന്നായി തിളങ്ങാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഫംഗ്ഷനുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് Calidora Vlogs.